എടാ ഇങ്ങനെ മുറുക്കലടാ മൂത്രമൊഴിക്കാൻ മുട്ടുണ്ടോ? മൂത്രം ഉണ്ടായിരുന്നു. ഇപ്പൊ തന്നെ നേരം വൈകി. മൂത്രം കുറച്ച് എൻ്റെ കേട്ടാ. ഡാ ഒരു മിനിറ്റ്, അവളുടെ വീട്ടിലേക്ക് ഞാൻ വരില്ല. അപ്പൂപ്പനൊക്കെ ശരി, നിങ്ങൾ എന്താ ചെയ്തോളൂ. അത് ഒഴിവാക്കി രാജേട്ടാ. അവള് പോയിട്ട് കുറെ കാലമായി, ഒരു കുട്ടിയായി. നിങ്ങളിപ്പത് മനസ്സിൽ വെച്ച് അടക്കന്നെ. പിന്നെ ഇതങ്ങോട്ട് വെച്ച ഞങ്ങളെ അപ്പൂപ്പനാ. നമ്മളവിടെ കയറും ചെയ്യും, പിരിവ് മേടിക്കും ചെയ്യും. ഏടാ ഈ നിലയൊക്കെ കൊടുത്തതിന്റെ ഉള്ളിലാട്ടോ. തമാശല്ലേ? എടാ ഞാനേ ഡ്രസ്സുമായിട്ട് കുട്ടികളായിട്ട് വരാം. ഹാപ്പി ചെരുപ്പ് വേണമല്ലോ. ഈ ക്രിസ്മസ് പറയും മനുഷ്യ. ഹാപ്പി മൂത്രമൊഴിക്കാൻ മുട്ടുണ്ടോ? ആ സൈഡിൽ പോയിട്ട് ഒഴിച്ചോളേ. ഒന്ന് മാറിക്കിടായിരുന്നു. മൂത്രമൊഴിക്കാൻ സമ്മതിക്കില്ല. നടക്കാൻ വേണ്ടി നിർത്ത്, ഞാൻ ഒന്ന് മൂത്രം ഒഴിച്ചിട്ട് വരാം. മക്കളെ ഒന്ന് മൂത്രം ഒഴിക്കട്ടാ. ഒരു മിനിറ്റ് പാട്ട് അങ്ങോട്ട് പോണോ? പിന്നെ അങ്ങോട്ട് പോവാണ്ടേ? ഇതിലൊന്നും ആയിട്ടില്ല. ഒരു മൂത്രമൊഴിക്കൽ മാത്രമേ അവിടെ നിൽക്കുള്ളൂ. അത് ഞാൻ പിടിക്കണം. ബാഗ് ഇജ്ജ് ഉണ്ടായിരുന്നു അത്ര നേരം ഞാൻ തന്നെയല്ലേ പിടിച്ചിരുന്നത്. നടക്കാം അങ്ങോട്ട്. കുഞ്ഞുമോൾക്ക് മനസ്സിലായ ഇതാരാന്ന്? എനിക്കറിയാലോ, അച്ചാച്ചനല്ലേ? ഇതാണ് പറഞ്ഞത് ഞാൻ അങ്ങോട്ട് വരണില്ലാന്ന്. നീയാവും പറഞ്ഞിട്ടുണ്ടാവില്ല ഞാനാണ് അപ്പൂപ്പന്ന്. അപ്പൂപ്പനായിട്ടാണെങ്കിലും എന്റെ കുട്ടിയൊന്ന് കാണാൻ അച്ഛൻ വന്നൂലോ. രാജേട്ടാ നിങ്ങൾ എന്ത് പണിയാ കാട്ടി? ഞാൻ അപ്പോഴും പറഞ്ഞല്ലേ, ആ കുട്ടീനെ അച്ചാച്ചാ വിളിച്ചേ കേട്ടില്ലേ? രാജ എന്റെ ഒരു കാര്യം, ഈ ചെറിയ കുട്ടികളെ പ്രായമുള്ള ആൾക്കാരെ അച്ചാച്ച അപ്പൂപ്പ എന്നൊക്കെ തന്നെ വിളിക്കുക. അല്ല പിന്നെ ഞാൻ പറഞ്ഞ സുധേട്ടാ, ഇയാളെ കൊണ്ട് നടക്കില്ല കേട്ടാ. ഇതിന്റെ വാടക്ക് ഞങ്ങളുടെ പോണ് പ്രാവശ്യത്തെ ക്രിസ്മസും പൂഞ്ചി.